യൂട്ടേൺ ഓടിഞ്ഞോ. അളിയൻ നൈസായിട്ട് ഓടിഞ്ഞാട്ടാ. ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടി വരും നീ. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ ഒന്ന്. ഓളിയ തൊട്ടിൽ കുഴിയിലിറക്കി. അത് കേറിയിട്ട് അങ്ങോട്ട്. അത് തന്നെ. നേരത്തെ ചെറിയ ഒടുവിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ പറ്റിയത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സ്റ്റുഡിയോ ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ ഞാനും ശ്രീഹരി ഇന്നുള്ളത് നമ്മുടെ വയനാട് ചുരമൊക്കെ ഇല്ലേ ഗൈസ്, അതുപോലത്തെ ഒരു ചുരത്തിലാണ് ഗൈസ് നമ്മളെന്നുള്ളത്. അത്യാവശ്യം നല്ല വളവും തിരിവും ഒടിവും ഒക്കെ ഉള്ള റോഡാണ് ഗൈസ്. നമ്മൾ കുറേ കഷ്ടപ്പെടാൻ പോവാണ്. കാരണം നമ്മൾ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ചുരം ഇറങ്ങിയല്ല, നമ്മൾ ആരും പോകാത്തൊരു ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത്യാവശ്യം നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടിച്ചാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഫ്ലിക്സ് ബസ്സാണ് ഗൈസ്. അത്യാവശ്യം ഇന്ത്യയിലും പുറത്തുമൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള രണ്ട് വണ്ടികളാണ്. അപ്പോൾ രണ്ടിനും വേറെ വേറെ പെയിന്റ് ആണ്. ഞങ്ങൾ രണ്ടും ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഞാനും ശ്രീഹരി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് ഡൗൺ ഹിൽ ഇറങ്ങി പോകാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതുതായിട്ട് ചാനൽ വന്നിട്ടുള്ള എല്ലാവരും ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക, എന്നാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കില്ല ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നീ പൊക്കോ. ഇപ്പൊ വണ്ടി ഓടിയല്ല ഗൈസ്, ഒടിവില്ലാത്ത വണ്ടിയാണ് നമ്മള്. സോ നോക്കി കൊണ്ടുപോകാം. ഇവിടെ വെച്ച് തന്നെ നമ്മൾ എത്ര പ്രാവശ്യം പാടുവിട്ടതല്ലേ. ഇവിടെ ലെഫ്റ്റ് പോട്ടെ ഗൈസ്. വണ്ടി ഇറക്കുവാണ്. അവന്റെ കയറിപ്പോയി. ലെറ്റ്സ് ഗോ. ഇതൊരു സൗണ്ട് ഇല്ലേ ഈ വണ്ടിക്ക്? പോകുന്നത് അറിയില്ല ഗൈസ്. നമ്മള് കാറിന്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഫീലാണ്. ബസ് ഓടിക്കണമെന്നേ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു വണ്ടി സത്യം. മാൻ ട്രക്കിന്റെ ബോഡിയാന്ന് തോന്നുന്നുണ്ട്. അവിടെ ലെഫ്റ്റ് ആണേടാ, നമ്മൾ അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഈ ജംഗ്ഷനിൽ നിന്ന് തന്നെ ഇവിടെ നോക്കി പോണം ഗൈസ്. വണ്ടി തട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഒരു ജംഗ്ഷനാണ് ഇവിടെ. ഇന്ന് ട്രാഫിക് ഒന്നും ഇല്ല കേട്ടോ, ചുരമായോണ്ട് ഒട്ടും ട്രാഫിക് ഇല്ല. അവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് കയറിയിട്ട് ഓടിച്ചോ. ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലേ? നോക്കി അവന്റെ പോയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റൂ. ആളിയ തട്ടിയായിരുന്നോ? ഇല്ലില്ല, തട്ടിയതുപോലെ തോന്നി. എന്റെ തട്ടിയോ? നിന്റെ തട്ടിയ സൗണ്ടല്ലേ കേട്ടത്? ഇല്ലില്ല, പക്ഷെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. പോവാൻ പാവാ. ലെറ്റ്സ് ഗോ ഗൈസ്. ഫ്രണ്ടിൽ ഒരു കണ്ണ് വേണം ഇതിന് തൊട്ട്. ഓക്കെ, പോവാൻ പാ. ലവൻ പോണ പോക്ക് വേണം കേട്ടോ, അവനെ പിടിക്കണം. അവിടെ നിന്ന് അറിയാല്ല എങ്ങോട്ടാണെന്ന്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഗൈസ് അത്യാവശ്യം നമുക്ക് കൊടുത്തു പോട്ടോ. പയ്യൻ അത്യാവശ്യം സ്പീഡിൽ പോവാണ്. അവൻ്റെ അവിടെ പിടിച്ചിരിക്കാൻ നമുക്ക് കുറച്ച് സ്പീഡിൽ പോയാൽ പറ്റൂ. ലെറ്റ്സ് ഗോ. അളിയ പയ്യൊക്കെ പോണ വഴിക്ക് കൺട്രോളൊന്നും കിട്ടത്തില്ല. ഒന്നാമതെ വണ്ടി മാനുവൽ അല്ല, ഓട്ടോമാറ്റിക്കാ. വയനാട് ചുരം ഗൈസ്, പക്ക വയനാട് ചുരം. അതുപോലെ തന്നെ ഉണ്ട് സ്ഥലം കറക്റ്റ്. ഇടുങ്ങിയ റോഡാണോടാ? ലെറ്റ്സ് ഗോ. പോട്ടെ. പതിയെ വരത്തുള്ളൂ, പേടിക്കണ്ട. അമ്മി ചവിട്ടിട്ട് നിക്കുന്നില്ല കേട്ടാ കൈസ്. ആണ്ടി തട്ടുന്ന സൗണ്ട് ചിലപ്പോ കേക്കും, മൈൻഡ് ചെയ്യണ്ട കേട്ടാ. കാരണം ഇടയ്ക്കിടയ്ക്ക് കുഴിയൊക്കെ ഉള്ള റോഡാണിത്. അത് കേറിട്ട് അങ്ങോട്ട്. അത് തന്നെ. ലെറ്റ്സ് ഗോ. നീയാണ് ശരിക്കുള്ള ഓഫ് റോഡ് വരാൻ പോകുന്നത്. സത്യം. അവിടെ തട്ടുകൂടെ? ഇല്ല. വന്ന. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ നിന്ന് വീണ്ടും ഒടിഞ്ഞ് നമ്മുടെ ലെഫ്റ്റിലേക്ക് പോവാണ്. എടേ കൊക്കയാണ് കേട്ടോ ലെഫ്റ്റ്. വായോ ഒടിഞ്ഞു വായോ. അത്രേ ഉള്ളൂ ഗൈസ്. സെറ്റായിട്ട് നമ്മൾ ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓഫറാണ് കേട്ടോ. വണ്ടിക്ക് ഇച്ചിരി കുലുക്കമൊക്കെ കാണും.
ചവിട്ടി ഇറക്കിക്കോ. അവൻ ഒടിഞ്ഞു പോകുന്നു നോക്കിയേ. അവൻ അടിപൊളിയായിട്ട് ഒടിഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ ചെറിയ ഒടിവിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ പറ്റിയത്. ഓ ലാസ്കൂ അവിടെ തട്ടോ? ഇല്ല 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 ഗൈസ്, ഇച്ചിരി കാടുള്ള ഏരിയ ആണ്. ഇതാ നടക്കുന്ന ഒരു കിടില യൂട്ടേൺ. ഒടിഞ്ഞോ അളിയൻ നൈസായിട്ട് ഒടിഞ്ഞാട്ടാ. ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടി വരും നീ. ഞാൻ എവിടെയോ കേറിയത് പോലെ ഒരു തോന്നൽ. എടാ ബാക്ക് ടയർ ചിലപ്പോ കുടുങ്ങിയിരിക്കും കേട്ടാ. നോക്കി ഒരു ഒടിയൂടെ ഒന്നുകൂടെ ബാക്ക് എടുക്കേണ്ടി വരും നീ. ഒന്നുകൂടെ ബാക്ക് അല്ലെങ്കിൽ സൈൻ ബോർഡും കൊണ്ടുപോകും നീ. ഇത് നല്ല റൈറ്റ് കയറിയിട്ട് നമുക്കൊന്ന് ലെഫ്റ്റ് ഓടിച്ച് നോക്കാം. ചിലപ്പോ നമുക്ക് ഒടിഞ്ഞു കിട്ടും. ഇത് നല്ല ചുരം കേട്ടോ. അത്യാവശ്യം സീനാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരെ മാത്രമേ വിടത്തുള്ളൂ. എന്നെ പോലുള്ള എടാ മറിക്കോ നീ. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ വിടത്തുള്ളൂ കേട്ടോ ഇവിടെ. എന്നെയും ശ്രീഹരിയും പോലുള്ള ആൾക്കാരെ മാത്രമേ ഇവിടെ വിടാറുള്ളൂ. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ ഒന്ന്. ലിയ തൊട്ടിൽ കുഴിയിലിറക്കി. ഒന്ന് റിവേഴ്സ് എടുത്തേക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അടുത്തേൽ ഒടിഞ്ഞു വരും കേട്ടോ. മിക്കവാറും കൊമ്പ് അതിലിരിക്കും. വേറെ സീനൊന്നുമില്ല. ഒടിഞ്ഞു വന്നിട്ടുണ്ട്. പോവാ. കളിയും വെയിറ്റിംഗ് ആട്ടോ നമുക്ക് വേണ്ടിട്ട്. ബൈ. ആ ബാക്കിലത്തെ പേര് എനിക്ക് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. എടാ നേരത്തെ പാളിപ്പോയ സ്ഥലങ്ങൾ ഓർമ്മയുണ്ടാ? നോക്കിപ്പോ. ഒരു 2 കോടിയുടെ ബസ് ഇവിടെ മറിച്ചായിരുന്നു ഗൈസ് നേരത്തെ. വേറെ 2 കോടിയുടെ. പോട്ടെ. ഇനി കുറച്ചൊരു സ്ട്രീറ്റ് റോഡൊന്ന് അളിയാ. സ്ട്രീറ്റ് റോഡൊന്നും പറഞ്ഞ് കേറിപ്പോണ്ട. പോണ വഴിക്ക് പാറയൊക്കെ ഉള്ളതാണ്. നോക്കിപ്പോയാ കൊള്ളായിരുന്നു. കുറച്ച് ആവേശം നല്ലതാണ് വർമ്മ സാറേ. പക്ഷെ എനിക്ക് അപ്പോഴേ തോന്നി എന്തെങ്കിലുമൊക്കെ വരുമെന്ന് ഇങ്ങനെ. എടാ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോക്കോട്ടാ. സ്ട്രെയിറ്റ് പോണോ നമുക്ക് നോക്കട്ടെ ഗൈസ്. എനിക്ക് വഴി ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്. സ്ട്രെയിറ്റ് പോവാ. എന്തായാലും സ്ട്രെയിറ്റ് പോവാ. ഇത് ഇച്ചിരി ഇടുങ്ങിയ സ്ഥലമാണ് കേട്ടോ. നോക്കിപ്പോയില്ലേ നമ്മൾ കൊക്കയിൽ കിടക്കും. ഇനി കുറച്ചു ദൂരം സ്ട്രെയിറ്റ് റോഡാട്ടോ. പോട്ടെ. എടാ വണ്ടി കുലുങ്ങുന്നുണ്ടാ നീ ഓടിക്കുമ്പോ? നല്ല കുലുക്കം ഉണ്ടാട്ടോ. നല്ല കാടുള്ള ഏരിയ ആണ്. കാട്ടുമുക്കാണ് ഗൈസ്. ഇവിടെ കടുവയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാട്ടുമുക്കാണ് കേട്ടോ. നോക്കി മുകളിലോട്ട് കയറി പോക്കോ. അങ്ങോട്ട് തന്നെ. റൈറ്റ്. തട്ടിയാടാ. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ. കേറിപ്പോക്കോ. എടാ എന്ത് സൗണ്ടാ? എന്റെ കണ്ണാടി പൊട്ടിയോ? 2 ഹമ്പ് കയറിയപ്പോ കണ്ണാടി പൊട്ടിയോ? ഇല്ല എന്റെ എനിക്ക് തോന്നുന്നു ഈ കൊണ്ട വല്ലതും തട്ടിയെന്ന് തോന്നുന്നുണ്ട്. മരത്തിന്റെ കൊണ്ട കെട്ടി ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു കൈ. കേറുന്നില്ല കേട്ടോ കൈസ്. ഇത് ഈ ഓട്ടോമാറ്റിക് വണ്ടിയുള്ള കുഴപ്പം ഇതാണ്. ഗിയറുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് ഇറച്ചരച്ചാലും കേട്ടും. ഇതൊക്കെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും റൈറ്റ് തൊട്ട് പോണ റോഡ് കണ്ടാ കേറിക്കോട്ടെ. എനിക്ക് ആ ഒരു ഇത് മാത്രമേ അറിയാവൂ. നമ്മളിത് മണ്ടയ്ക്കാണ് തിരിച്ച് കേറുന്നതെന്ന് തോന്നുന്നു. വഴി മാറിയാ ഈശ്വരാ. എടാ വണ്ടിക്ക് ഭയങ്കര കുലുക്കം. ഇടിക്കല്ലേ. ബ്രേക്ക് ചവിട്ടി, അതുകൊണ്ട് കൊള്ളാം. ലെറ്റ്സ് ഗോ. വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഗൈസ്. നല്ല രസമുള്ള വ്യൂ പോയിന്റ് അല്ലേ? എല്ലാ സ്ഥലവും കിടിലോ. ഇവൻ കണ്ടത്ത് കയറും കേട്ടോ മിക്കവാറും വണ്ടിയും കൊണ്ട്. ആരും പേടിക്കണ്ട, നമ്മളുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞ വിഷയം വണ്ടിയാണ്. കാലി വണ്ടി ആയതുകൊണ്ട് കൊള്ളാം. ഇടിക്കില്ലേ. റിവേഴ്സ് ആയോ?
വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോടാ? ഇല്ലടാ ഒന്നും പറ്റില്ല. ഫ്രണ്ട് ഗ്ലാസ് കുഴപ്പമില്ല. ആ പൊക്കോ പൊക്കോ പൊക്കോ. നമ്മളത് ഫ്ലിക്സ് ബസ് ആട്ടോ. നമ്മളിൽ ഇച്ചിരി ഇച്ചിരി കൊള്ളാവുന്ന ഡ്രൈവർമാരിൽ മാത്രമേ ഈ വണ്ടി തന്നു വിടാറുള്ളൂ. ആയോ ഇനിയിപ്പോ വണ്ടി എടുക്കണം. എടാ ഇനി അങ്ങോട്ട് റോഡില്ലേ? ഒരു കാര്യം ചെയ്യും, നീ ജീനൊക്കെ നോക്കിയേ, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടും വണ്ടിയുടെ. ജി 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 സ്ട്രൈറ്റ് പോക്കോ, സ്ട്രൈറ്റ് പോക്കോ. ആ റോഡ് കയറല്ലേ, ഓഫ് റോഡ് പിടിച്ചോ. ആ മുകളിലോട്ട് പോകുന്ന റോഡ് കയറിക്കും. നമുക്ക് അതുവഴി ഇറക്കുന്ന ആ റോഡാ നമുക്ക് ഇറങ്ങേണ്ടേ. ആ പോട്ടെ 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 പോട്ടെ. അതെ നോക്കി പോക്കോ. ഒന്ന് സൈഡ് തന്നെ വേണമെങ്കിൽ ഞാൻ ഫ്രണ്ട് ഇറങ്ങി പോവാ. ഇനി ഇവിടെ സൈഡ് തരാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ലെറ്റ്സ് ഗോ. പള്ളി വലിക്കുന്നുണ്ടാടാ വണ്ടി? പിന്നെ അമ്മോ കല്ലി. ഓ ഇത് ഇച്ചിരി ഇടുക്ക് റോഡാട്ടോ. മര്യാദയ്ക്ക് മറ്റേ റോഡ് കയറിയാൽ മതിയായിരുന്നു. പണി പണി പാടി. കല്ലാട്ടോ, കല്ല് തട്ടിയ പണിയാണ്. മുതലാളി നമ്മളെ പഞ്ഞിക്കിടും. സോ നോക്കി പോണം. ഒരു സൈഡാണെങ്കിൽ കടല്. നമ്മൾ വണ്ടിക്ക് ഒരു ഡാമേജ് ഇതുവരെ വരുത്തിയിട്ടില്ല. അതെ 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 അതെ. വണ്ടിക്ക് എന്താണ് ഒരു വിറവൻ? ഓ അടാ അതെനിക്ക് തോന്നുവേ ക്ലച്ച് ഇല്ലല്ലോ, അതിന്റെ പ്രശ്നമാണ്. വണ്ടി സ്വന്തമായിട്ട് ക്ലച്ച് വാങ്ങി എടുക്കുക. ഇനി ഇതൊന്നും അതിന്റെ പ്രശ്നമായിരിക്കും. എടാ ഒന്ന് സൈഡ് തന്നെടാ, കുറച്ചുവരെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കോട്ടാ. ഒന്ന് സൈഡ് തന്നാ കൊള്ളായിരുന്നു. സൈഡ് ഉണ്ടാ? ഓ ഇത് ഇടുക്ക് റോഡാട്ടാ, ഇവിടെ സൈഡ് തരാനൊന്നും പറ്റത്തില്ല. ഇവിടെ സൈഡൊന്നും തരാൻ പറ്റത്തില്ല. തന്നു കഴിഞ്ഞാൽ ഞാൻ കൊക്കയിലായിരിക്കും. എടാ നിന്റെ വണ്ടി ഒരച്ചൊരച്ചാടാ നീ കൊണ്ടുപോണേ. അല്ലാതെ തന്നെ നമുക്ക് ഊതാ കണ്ട ആ ചുരം എല്ലാം നമ്മൾ ഇറങ്ങേണ്ടി വരും താഴെ പോവാനായിട്ട്. നമ്മളിപ്പോ ടോപ്പിലാണ് ഗൈസ് നിക്കുന്നേ. അടിപൊളി റോഡ് കേട്ടോ. പക്ഷെ ഞാൻ നമ്മുടെ ഇന്നോവ എടുത്തിട്ട് വരാന്ന് വെച്ച സ്ഥലമാണ് ഗൈസ്. പക്ഷെ ഓ ചാനെ ഇടുക്കാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ മറ്റേ ലെഫ്റ്റ് സൈഡ് കയറി പോയാൽ മുകളിലുള്ള പാറ നമ്മളെ വണ്ടിയിൽ തട്ടും. റൈറ്റ് സൈഡ് കയറി പോയാൽ മരം നമ്മളെ വണ്ടി തട്ടും. നമ്മൾ നടുക്കൊരു ഓ 11 വണ്ടി കൊണ്ടേ പോവാട്ടോ. ഇത് ഇതുപോലെ താഴെ എത്തിയാ മതിയായിരുന്നു. പോട്ടെ പോട്ടെ പോട്ടെ. ഇടുക്ക് റോഡ് ഗൈസ്, മുതുക്ക് റോഡ്. അടുത്തൊരു യൂട്ടേൺ വരുന്നുണ്ട്. ഒന്നും കാണാനും പറ്റുന്നില്ല പണ്ടാരം ഈ മരത്തിന്റെ ഇടയിൽ. ആടാടാടാ അതാ നല്ലത്. ആ ഒരു യൂട്ടേൺ ഉണ്ട്. ഹെയർപിൻ വളവാങ്ങും. ഒന്ന് മറിഞ്ഞു കൊടുത്താൽ കടലിൽ പോവാൻ ഡയറക്റ്റ്. എളുപ്പത്തിൽ പോകാൻ പറ്റും. എളുപ്പത്തിൽ പോകാൻ പറ്റിയ വഴിയാ. വണ്ടി പാട്ടാ കേൾക്കുന്ന പോലെയാ കേൾക്കുന്ന സൗണ്ട്. ഒരുപാട് വരല്ല. എനിക്ക് ഞാൻ മാറ്റിത്തരാം. എന്റെ വണ്ടിയുടെ കൊമ്പ് കൊണ്ടുപോകും. ഓക്കെ ഓടിച്ചെടുത്തോ. നിന്റെ റിവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടത്. ആ ഞാനാ നിന്നെ പേടിച്ച് റിവേഴ്സ് എടുത്തേ. അളിയാ ഓടിച്ചെടുത്തോ. ഞാൻ നിന്റെ തൊട്ട് ബാക്കിലിട്ട് ഓടിയത്. ഞാൻ നോക്കട്ടെ. എന്റെ ഒടിഞ്ഞു വരുമോ നോക്കട്ടെ. അല്ല എന്റെ ഓടിയത്തില്ല. ആ എന്റെ ഒടിഞ്ഞ് അല്ല പിന്നെ ആ ഒറ്റ ഒടിയിലെടുത്ത്. അടാ ഒറ്റ ഒടിയിൽ വരത്തില്ല കേട്ടാ. സൈൻ ബോർഡും കൊണ്ട് ഇപ്പൊ പോകും. ശരിയാ, റിവേഴ്സ് എടുക്കണം. ഓക്കെ ഒരു കണക്കിന് നമ്മൾ ഇറക്കിയിട്ടുണ്ട് വണ്ടി. ആടാ പോവാൻ വാ. ഫ്രണ്ട് ഇടിച്ച് തന്നെട്ട് ഇറങ്ങുന്ന അവിടെ. ഒന്ന് സൈഡ് തരുവാ കളിയാ. ഇവിടെ നിന്ന് സൈഡ് തരാൻ വഴിയില്ല. ആ പോട്ടെ കുഴപ്പമില്ല പോട്ടെ. നമ്മള് ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ വണ്ടി മൂവിങ് ആണ് കേട്ടോ.
ആ ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ വണ്ടി മൂവിങ്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓട്ടോമാറ്റിക് വണ്ടി അങ്ങനെയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും, ഓട്ടോമാറ്റിക് ബസ് അങ്ങനെ ആയിരിക്കും ചിലപ്പോ. ഓ എടാ കൊറേ ആയില്ലേ നമ്മള് ഇറക്കാൻ തുടങ്ങിയിട്ട്? ഇത്ര വലിയ മലയായിരുന്നു ഇത്? ഓ കൈസ് ഇത് പ്രശ്നമാണ്. ഇടിച്ചോ? അല്ല ഇടിച്ച്. റിവേഴ്സ് എടുക്കുന്ന നിക്ക് ഞാൻ കുറച്ച് ബാക്ക് എടുത്ത് തരാം. എന്റെ വണ്ടി എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം. എടുത്തോ. റിവേഴ്സ് എടുക്കണം. എനിക്ക് ഞാൻ എടുത്തുതരാം ധൃതി വേണ്ട. ഓക്കെ മതിയോ? മതി ഓക്കെ. പാപ്പുവാ. ലെറ്റ്സ് ഗോ. ഐസ് ഇവിടെ എന്തോ പ്രേതബാധയുണ്ട് കേട്ടോ. എൻ്റെ വണ്ടിയെ താനെ എടുത്ത് വെക്കുന്നുണ്ട്. ആരാന്ന് എനിക്കറിയണം. സൈനും കൊണ്ടുപോയില്ല ഭാഗ്യം. വരട്ടെ. എന്താ പ്രശ്നമെന്ന് എനിക്കറിയണമല്ലോ ഇവിടെ. ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ എന്തായിരുന്നു പ്രശ്നം? ഓക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റ് ഗൈസ്. ചുരം ഇറങ്ങുവാണ് മച്ചമാരെ. ലെറ്റ്സ് ഗോ. അളിയ ഒരു കല്ല് ഓടിയത്തില്ല വണ്ടി. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ വണ്ടി ഒക്കെ അത്രേ ഉള്ളൂ. സൈൻ ബോർഡ് കൊണ്ടുപോകാതിരുന്നാൽ മതിയായിരുന്നു. സെറ്റ്. കുറച്ച് സ്പീഡാവാം. നീ അങ്ങെത്തിയാ? എന്ത് പോക്കടേ പോണേ? കൂട്ടിപ്പോ നിങ്ങൾ നൂറ്റാണ്ടുകളുടെ എത്തി. അതൊക്കെ അത്രേ ഉള്ളൂ. എന്താ നല്ല ഇടുങ്ങിയ റോഡാണോ? ഓ ഗൈസ് ഇടുങ്ങിയ റോഡാണ്, നോക്കി പോണം. എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ഇളവിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല. എവിടെ തട്ടിയെന്നും എനിക്കറിയത്തില്ല. അതങ്ങനെ താനെ തട്ടേണ്ട കാര്യമില്ല. ലെറ്റ്സ് ഗോ. ഇങ്ങനെ വേണം വണ്ടി ചുരത്തിൽ ഇറക്കാൻ. സത്യം പതിയെ നോക്കി ഇറക്കണം. ഭയങ്കര റിയലിസ്റ്റിക് ആണ് കേട്ടോ. കുറച്ച് സ്ട്രൈറ്റ് ആക്കാം, അല്ലെങ്കിൽ അങ്ങേയറ്റം. ഓ ലെറ്റ്സ് ഗോ. ഓടിഞ്ഞു വന്നറേ. ബാക്ക് നോക്കണം കേട്ടാ ഓടിക്കുമ്പോ. എന്റെ അമ്മോ, നമ്മള് താഴെ എത്താനായെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും പമ്പ് കണ്ട ഒതുക്കിയോ, വണ്ടി റിപ്പയർ ആയിട്ട് കൊണ്ടുപോകാം. ബാക്കി നമ്മൾ മെയിൻ റോഡ് എത്തി ഗൈസ്. ഭാഗ്യം ഓഫ് റോഡ് കഴിഞ്ഞ്. ഇത്രയും നേരത്തെ സ്ട്രഗിളാന്നറിയോ? ലെറ്റ്സ് ഗോ. ഇൻഡിക്കേറ്റർ ഇല്ലേ വണ്ടിക്ക്? അതൊരു പോരായ്മയാന്ന്. നിന്റെ ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നുണ്ടോ? ഇവിടെ നിന്ന് ലെഫ്റ്റ് പോവാ. ഒടിഞ്ഞു വരുമോ എന്തോ. ലെറ്റ്സ് ഗോ. പിന്നല്ല, നിലത്തെത്തിയിട്ട് വേണം ഒരു പമ്പ് കണ്ടിട്ട് നിർത്താൻ. ഒരു സൈൻ ബോർഡ് അല്ലേ കൊണ്ടുപോയത്? അതവിടെ തന്നെ ഉണ്ടാ, പേടിക്കണ്ട. ഇറങ്ങിക്കോ. മെയിൻ റോഡ് എത്തി. അപ്പൊ തന്നാ ഫ്രണ്ടിലോട്ട് പോവാ. നമുക്ക് ഒതുക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഒന്ന് ഫ്രഷ് ആവാൻ പറ്റിയ. വായോ. ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് കയറാല്ലേ? ആളിയാ ഒരു കിടിലൻ യൂട്ടേൺ ആണേ. തട്ടിയിലല്ല എന്റെ ഒന്നും. ലെറ്റ്സ് ഗോ. വായോ. ഇനി നീ വായോ. അടുത്തത് നീ. ഒറ്റ അടിയിൽ ഒടുക്കോ നോക്കട്ടെ. ഓടിച്ചു കേട്ടാടേ. ഒക്കെ സിമ്പിൾ അല്ലേ? മറ്റേ മുകളിലത്തെ ആയിരുന്നു ടാസ്ക് ഇച്ചിരി. ലെറ്റ്സ് ഗോ. ഇനി ഉണ്ടാട്ടോ ഗൈസ്, കുറെ ദൂരം പോകാനുണ്ട്. നല്ലൊരു സ്പോട്ട് എത്തണ വരെ നമുക്ക് ഓടിക്കേണ്ടി വരും വണ്ടി. എവിടാ നീ? എടാ അളിയ ഇടിക്കല്ലേ. സ്ട്രെയിറ്റ് റോഡ് കയറിയോ? അടുത്ത യൂട്ടേണിന്റെ കളി കേട്ടാ. ഒതുക്കിയിടാം കേട്ടോ, വണ്ടി ശരിയില്ല. ഓ
നമ്മൾ ഒടിഞ്ഞു വന്നിട്ടുണ്ട്. വലത്തോട്ടാ പോകുന്നത്. എടാ വായ വായ വായ. ഫോൺ അടിക്കണ്ട, ഞാൻ എത്തും. അത്രേ ഉള്ളൂ. ഒരു പമ്പ് കണ്ടുപിടിച്ചിട്ട് നിർത്താം. സ്ഥലം കുറവാണ് കൈസ് ഇവിടെ. കണ്ടോ, ഒരു പട്ടിക്കാട്ട് ഏരിയ ആണ്. വണ്ടിയില്ല, ഒരു കിണ്ടിയില്ല. ഇവിടെ ഒരു പറമ്പുണ്ട്, ഇവിടെ ഒരു ഇല്ല ഇല്ല, താഴെ നല്ലൊരു സ്പോട്ട് എത്തിച്ചിട്ട് നമുക്ക് തിരിക്കാൻ പാ. ആ എടാ നോക്കി വായേ, വളവാണേ. അടുത്ത യൂട്ടേൺ ഗൈസ്. ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. വീശി ഒരു ഒടി അടിക്കാം. അയ്യോ സൈഡ് കെട്ടിയാട്ടാ, വീശി ഒടി, ഡിവൈഡർ തട്ടി. എടാ എവിടെ ഈ വായോ. വന്നു ഞാൻ ഹോൺ അടിച്ച് കൊളാക്കും. അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന നോക്കി അവൻ. ഒറ്റ അടിയിൽ ഒടിച്ചാട്ടാ. എടാ എന്റെ ഡിവൈഡർ തട്ടിയാട്ടാ, ഫ്രണ്ട് ടയർ തട്ടി. ഓക്കെ നൈസ്. വാ ഇനി എത്ര ദൂരോട്ട്? കുറച്ച് സ്പീഡിൽ പോയാലാ? ഇറക്കുന്നതാണല്ലോ. കൺട്രോൾ കിട്ടത്തില്ല. ആണോ? അടുത്ത യൂട്ടാണ് കേട്ടാ. ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ഓടിക്കും കേട്ടാ. ഇത് എപ്പോഴത്തേം പോലെ അല്ല ഗൈസ്, ഇത് നമ്മള് പെർഫെക്റ്റ് ആയിട്ട് ഓടിച്ചിരിക്കും. എങ്ങനെ ഇരിക്കണം? പക്ഷെ ഒടിഞ്ഞു വന്നു. ഓക്കെ വാ, അടുത്തേല് പോവാ. ഒരു നല്ല സ്പോട്ട് കണ്ട അപ്പൊ ഒതുക്ക ഞാൻ. വായ വായ വായ. ഇച്ചിരി പ്രശ്നമാണേ. നോക്കി വാ. ഓ ഓളിയാ, ഇപ്പൊ ഇടിക്കരുത്. ഇത് കണ്ട ഇറക്കം. നോക്കി വായ, പ്രശ്നമാണത്. അത് ഇച്ചിരി നല്ല ടൈറ്റ് ഓടുവാ. ഇടിച്ചല്ലേ. ബാ നമുക്കിതാ അവിടെ ഒരു വീട് കാണുന്നുണ്ട്, അവിടെ വണ്ടി ഒതുക്കിയിടാം. വാ അവിടെ നിന്ന് ഫ്രഷ് ആയി പോവാ. തൈ ഫൈനലി നമ്മൾ എത്തേണ്ട സ്പോട്ടിൽ എത്താറായിട്ടുണ്ട് ഗൈസ്. തുടിപ്പോ നിങ്ങൾ. ലെറ്റ്സ് ഗോ. നോക്കി വായേ, കണ്ണും കാണാൻ പറ്റുന്നില്ല. വാ വാ. വീട്ടിലോട്ട് പോകുന്ന റൂട്ട് ഏതാ? വീട്ടിലോട്ട് പോകേണ്ട റൂട്ട് ഇതാണ്. എനിക്ക് വഴി തെറ്റി. നീ കയറിക്കോ. ഞാൻ റിവേഴ്സ് എടുത്തിട്ട് വരാം. എന്റെ വണ്ടി ഒരു കുഴപ്പമില്ല കേട്ടാ. ഞാൻ ജസ്റ്റ് 2 കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഫ്രണ്ട് ഗ്ലാസ്സിനെ പൊട്ടിച്ച്. ലെറ്റ്സ് ഗോ. അയ്യോ, കേറുമ്പോ തന്നെ വണ്ടി പൊട്ടിക്കല്ലേ. ഓക്കെ, റിവേഴ്സ് എടുത്തിരുന്നായിരിക്കില്ല നല്ലത്. നമുക്ക് അടുക്കിയിടാൻ വേണ്ടി. നിരന്ന് കിടക്കട്ടെ. ഓടാ എന്റെ കണ്ണാടി പോയാട്ടാ. അപ്പൊ ഇന്നത്തെ ശമ്പളം കട്ട് ഗൈസ്, ഇന്നത്തെ സാലറി കട്ട്. അയ്യോ, വീടിന്റെ മേൽക്കൂര തട്ടിയോ? ഞാൻ കറക്റ്റ് അതിന്റെ നടുക്ക് അങ്ങ് ഒതുക്കിയിടാവുക. ഓക്കെ, എന്റെ വണ്ടി ഒതുങ്ങിയാട്ടാ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോ നമ്മുടെ മുതലാളി നമുക്ക് ഇവിടെയാണ് റൂമൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെയാണ് വണ്ടി ഇടാൻ പോകുന്നത് കേട്ടാ. വായ. ഞാൻ ബാക്ക് ഞാൻ ഇറങ്ങി വേണേ പറഞ്ഞുതരാം. വായ. എന്നെ കാണാവോടാ? വാ. അടുപ്പിച്ചിട്ടോ. ഫുള്ളടിച്ചോ. അത്രേ ഉള്ളൂ. പക്ഷെ നീ കുടിയിലായോ എന്നൊരു ഡൗട്ട് കേട്ടാ. എന്റെ വണ്ടി മതി. ഇങ്ങനെയൊക്കെ മതി. നാളെ എടുക്കേണ്ട വണ്ടിയാ. അല്ല പിന്നെ. ഓക്കെ, അത്രേ ഉള്ളൂ. സെറ്റ്.